ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ഈ വർഷത്തെ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. എംപ്ലോയീസ് പെൻഷൻ പദ്ധതിയിലുള്ളവർക്ക് രാജ്യത്തെ ഏത് ബാങ്കിലും പെൻഷൻ ലഭ്യമാകുന്ന കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സംവിധാനത്തിന് കേന്ദ്രത്തിന്റെ അംഗീകാരം. ഓണത്തിനോടനുബന്ധിച്ച് സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഇന്നലെ 2 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ഈ വർഷത്തെ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ മികച്ച സേവനം കാഴ്ചവെച്ച അധ്യാപകരെയാണ് ആദരിക്കുന്നത്. ഇത്തവണ 82 അധ്യാപകരാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുക. കേരളത്തിൽ നിന്ന് 2 പേർക്കാണ് പുരസ്കാരം. ആലപ്പുഴ STBVHS സ്കൂളിലെ ജിനു ജോർജ്, പാലക്കാട് കൊണ്ടൂർകുന്ന് BPA UPSലെ K ശിവപ്രസാദ് എന്നീ അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ. ആകാശവാണി വൈകിട്ട് 4:10 മുതൽ ചടങ്ങ് തത്സമയ പ്രക്ഷേപണം ചെയ്യും. മുൻ രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ 5 എല്ലാ വർഷവും ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസകൾ നേർന്നു. ദേശീയ അധ്യാപക ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പത്തനംതിട്ടയിൽ നിർവഹിക്കും. രാവിലെ കോഴഞ്ചേരിയിൽ നടക്കുന്ന ചടങ്ങിൽ മികച്ച അധ്യാപകർക്കുള്ള പുരസ്കാരങ്ങൾ മന്ത്രി വിതരണം ചെയ്യും. രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടം അമൃത് ഉദ്യാൻ ഇന്ന് അധ്യാപകർക്കായി തുറന്നുകൊടുക്കും. അധ്യാപക ദിനത്തോടനുബന്ധിച്ചാണിത്. രാഷ്ട്രപതി ഭവനിലെ 35 നമ്പർ ഗേറ്റിലൂടെയാണ് പ്രവേശനം. സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് 35 നമ്പർ ഗേറ്റിലേക്ക് സൌജന്യ ബസ് സർവീസും ഉണ്ടാകും. കഴിഞ്ഞ മാസം 16 മുതൽ ഈ മാസം 15 വരെ അമൃത് ഉദ്യാൻ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഒഴികെ രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെ പ്രവേശനം സൌജന്യമാണ്. രാഷ്ട്രപതി ഭവൻ വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് ലഭിക്കും. നേരിട്ടെത്തുന്നവർക്കും ഗേറ്റിൽ ടിക്കറ്റ് എടുക്കാം. ഇതിനകം 1.5 ലക്ഷം പേർ അമൃത് ഉദ്യാൻ സന്ദർശിച്ചു കഴിഞ്ഞു. സിംഗപ്പൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിലെ പുരോഗതി വിലയിരുത്തുന്ന നേതാക്കൾ മേഖലാതല ആഗോള വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും. ബ്രൂണൈ സന്ദർശനത്തിന് ശേഷം ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂരിലെത്തിയത്. വൈകിട്ട് ശ്രീ മോദിയുടെ ബഹുമാനാർത്ഥം സിംഗപ്പൂർ പ്രധാനമന്ത്രി വിരുന്നൊരുക്കി. സിംഗപ്പൂർ പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സിംഗപ്പൂർ കമ്പനികളിലെ മേധാവികളുമായും ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സുസ്ഥിര വികസനത്തിനായി ഉത്തരവാദിത്ത വ്യവസായ രീതികൾ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ സഹമന്ത്രി ഹർഷ് മൽഹോത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് എന്ന കാഴ്ചപ്പാട് സാധ്യമാക്കാൻ പരിസ്ഥിതി സാമൂഹ്യ ഭരണകാര്യങ്ങളിലെ നടപടികൾ അത്യാവശ്യമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതിനായി സുസ്ഥിരവും ന്യായവുമായ രീതികൾ വ്യവസായ സ്ഥാപനങ്ങൾ സ്വീകരിക്കണം. ഉത്തരവാദിത്ത വ്യവസായ രീതി സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 2030 ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ് വ്യവസായം $350 ബില്യൺ വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ഇത് രാജ്യത്ത് 3.5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PLI പദ്ധതി വസ്ത്രവ്യാപാര രംഗത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ബ്രാൻഡിംഗ് പ്രോത്സാഹിപ്പിക്കാനും വഴിയൊരുക്കുമെന്ന് ശ്രീ ഗിരിരാജ് സിംഗ് വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഭാരത് ടെക്സ് പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഗ്ലോബൽ ടെക്സ്റ്റൈൽസ് എക്സ്പോ രാജ്യത്ത് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എംപ്ലോയീസ് പെൻഷൻ പദ്ധതിയിലുള്ളവർക്ക് രാജ്യത്തെ ഏത് ബാങ്കിലും പെൻഷൻ ലഭ്യമാക്കുന്ന കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സംവിധാനത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. 2025 ജനുവരി 1 മുതൽ പുതിയ സംവിധാനം നിലവിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
എംപ്ലോയീസ് പെൻഷൻ സ്കീമിലെ പെൻഷൻകാർക്ക് രാജ്യത്തുടനീളമുള്ള ഏത് ബാങ്കിൽ നിന്നും പെൻഷൻ സ്വീകരിക്കാൻ കഴിയുന്ന സംവിധാനത്തിനാണ് തുടക്കമാകുന്നത്. 78 ലക്ഷത്തിലധികം പെൻഷൻകാർക്ക് ഇത് പ്രയോജനപ്പെടും. പെൻഷൻ ലഭ്യമായി തുടങ്ങുന്ന സമയത്ത് ഏതെങ്കിലും സ്ഥിരീകരണങ്ങൾക്കായി ബ്രാഞ്ച് സന്ദർശിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ പെൻഷൻ റിലീസ് ചെയ്ത ഉടൻ തന്നെ തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും. പെൻഷൻ വാങ്ങുന്നയാൾ സ്ഥലം മാറുമ്പോഴോ ബാങ്കോ ബ്രാഞ്ചോ മാറുമ്പോഴോ പെൻഷൻ പേയ്മെന്റ് ഓർഡറുകൾ മാറ്റാതെ തന്നെ രാജ്യത്തെവിടെയും പെൻഷൻ വിതരണം ഉറപ്പാക്കാൻ കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ കഴിയും. പുതിയ സംവിധാനം EPFOയുടെ നവീകരണത്തിലെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പെൻഷൻകാർ നേരിടുന്ന ദീർഘകാല വെല്ലുവിളികൾക്ക് ഇതുവഴി പരിഹാരമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. 67 പേരാണ് പട്ടികയിലുള്ളത്. മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി ലഡ്വ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും. സ്പീക്കർ ഗ്യാൻചന്ദ് ഗുപ്ത പഞ്ച്കുലയിൽ നിന്നാകും മത്സരിക്കുക. പട്ടികയിൽ 8 വനിതകളും ഇടം പിടിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഇന്നലെ അവിസ്മരണീയ ദിനം. 4 മെഡലുകൾ നേടിയതിൽ 2 സ്വർണമായിരുന്നു. പാരാലിമ്പിക്സ് അമ്പെയ്ത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഹർവീന്ദർ സിംഗ്. പുരുഷ ക്ലബ് ത്രോ F1 വിഭാഗത്തിൽ ധരംവീർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ പ്രണവ് സുർമ വെള്ളി മെഡൽ നേടി. പുരുഷ ഷോട്ട് പുട്ടിൽ F46 വിഭാഗത്തിൽ ലോക ചാമ്പ്യൻ സച്ചിൻ സർജാവു ഖിലാരി വെള്ളി മെഡൽ സ്വന്തമാക്കി. ഇതോടെ ഇന്ത്യയുടെ മെഡൽ നില 5 സ്വർണം, 9 വെള്ളി, 10 വെങ്കലം ഉൾപ്പെടെ 24ആയി. മെഡൽ പട്ടികയിൽ ഇന്ത്യ 13ാം സ്ഥാനത്താണ്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 ഫിനെസ് തൃശൂർ ടൈറ്റൻസും അദാനി ട്രിവാൻഡ്രം റോയൽസും തമ്മിൽ ഏറ്റുമുട്ടും. 6:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ആലപ്പി റിപ്പിൾസും തമ്മിലാണ് പോരാട്ടം. ഓണത്തിനോടനുബന്ധിച്ച് സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഈ മാസം 14 വരെയാണ് മേള. 13 അവശ്യ സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. കൺസ്യൂമർ ഫെഡ് ഓണം വിപണികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ നിർവഹിക്കും. മഞ്ഞക്കാർഡ് ഉടമകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം ഈ മാസം 9 ആരംഭിക്കും. കുടുംബശ്രീ ഓണച്ചന്തകൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ നിർവഹിക്കും. ക്ഷയരോഗത്തിനെതിരായ കേരളത്തിന്റെ പ്രവർത്തനങ്ങളും മുന്നേറ്റങ്ങളും ഉൾപ്പെടുത്തിയ രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. ക്ഷയരോഗ നിവാരണ നയരേഖ പുറത്തിറക്കുന്നതിന് മുന്നോടിയായുള്ള ലഘുലേഖയും മുഖ്യമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കും. 2025ഓടെ സംസ്ഥാനത്തെ ക്ഷയരോഗമുക്തമാക്കുക ലക്ഷ്യമിട്ടാണ് നടപടികൾ. ആരോഗ്യമന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായി VG വിനോദ് കുമാർ ചുമതലയേറ്റു. ജില്ലാ പോലീസ് മേധാവിയുടെ അധിക ചുമതല വഹിച്ചിരുന്ന അഡീഷണൽ SP R ബിനുവിൽ നിന്ന് ചാർജ് ഏറ്റെടുത്തു. SP സുജിത് ദാസിനെ സ്ഥലം മാറ്റിയതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ SP ചുമതലയേറ്റത്. പ്രകൃതി ദുരന്തങ്ങൾ നാശനഷ്ടം വിതച്ച കേരളത്തിനും ത്രിപുരയ്ക്കും 5 കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ച് ഒഡീഷ. വയനാട് ഉരുൾപൊട്ടലിന്റെയും ത്രിപുരയിലെ വെള്ളപ്പൊക്ക കെടുതിയുടെയും പശ്ചാത്തലത്തിലാണ് സഹായം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇരു സംസ്ഥാനങ്ങൾക്കും ധനസഹായം നൽകുമെന്ന് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ പ്രളയബാധിത ജില്ലകളായ കൃഷ്ണ, NTR, ഗുണ്ടൂർ തുടങ്ങിയ ഇടങ്ങൾ കേന്ദ്ര സംഘം ഇന്ന് സന്ദർശിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിലെ ദുരന്ത നിവാരണ അഡീഷണൽ സെക്രട്ടറി സഞ്ജീവ് കുമാർ ജിൻഡാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും ദുരിതബാധിതരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ദേശീയ ദുരന്ത നിവാരണ പ്രതികരണ സേനകളുടെ 26 സംഘങ്ങളുടെ നേതൃത്വത്തിൽ ആന്ധ്രയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വെള്ളപ്പൊക്ക മേഖലകളിൽ ദുരിതാശ്വാസ സാമഗ്രികളുടെ വിതരണവും വൈദ്യസഹായവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 2 ദിവസത്തെ ആഗോള നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2024 ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. നിർമ്മിത ബുദ്ധി നിർമ്മാണം എല്ലാവർക്കും ജോലി എന്നതാണ് പ്രമേയം. ഹൈദരാബാദിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ലോകമെമ്പാടും നിന്നുള്ള 2000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ന് അന്താരാഷ്ട്ര ജീവകാരുണ്യ ദിനം. 2012 എല്ലാ വർഷവും സെപ്റ്റംബർ 5 ജീവകാരുണ്യ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര പൊതുസഭ പ്രഖ്യാപിച്ചത്. ജീവകാരുണ്യത്തെക്കുറിച്ച് ബോധവൽക്കരണമാണ് ലക്ഷ്യം. മദർ തെരേസയുടെ ചരമവാർഷികം കൂടി കണക്കിലെടുത്താണ് സെപ്റ്റംബർ 5 ജീവകാരുണ്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ഈ വർഷത്തെ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തും.
എംപ്ലോയീസ് പെൻഷൻ പദ്ധതിയിലുള്ളവർക്ക് രാജ്യത്തെ ഏത് ബാങ്കിലും പെൻഷൻ ലഭ്യമാകുന്ന കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സംവിധാനത്തിന് കേന്ദ്രത്തിന്റെ അംഗീകാരം. ഓണത്തിനോടനുബന്ധിച്ച് സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഇന്നലെ 2 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.